ഇപ്പോൾ പി ബി അൻവർ എന്റെ കൂടെ ഉണ്ട്. നിലമ്പൂരിലെ മുൻ MLA. അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമായിരിക്കുമെന്നാണ് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പറയുന്നത്. അൻവർ, സ്വാഗതം രാവിലെ ന്യൂസ് മോർണിംഗിലേക്ക്. UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന കാര്യത്തിൽ ആദ്യം ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു താങ്കൾ. പക്ഷെ പിന്നീട് ആരായാലും പിന്തുണയ്ക്കും, ആരായാലും വിജയം ഉറപ്പാക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇന്നിപ്പോ രാവിലെ അവർ പ്രഖ്യാപിക്കാൻ പോകുന്നു കേൾക്കുന്നു. താങ്കൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കാണുമല്ലോ സ്വാഭാവികമായിട്ടും ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ. താങ്കളെ സംബന്ധിച്ച് പൂർണ്ണമായും തൃപ്തികരമായ ഒരു തീരുമാനം UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം എടുത്തോ? എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. UDF നടത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും നമ്മൾ പിന്തുണക്കുമെന്ന് പറഞ്ഞതാണ്. അതോടൊപ്പം ആ നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥി കൂടി ആയിരിക്കണം. ജയിക്കാൻ എല്ലാ നിലക്കും ഇപ്പം നമുക്കറിയാം, മണ്ഡലത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും എല്ലാ സമവാക്യങ്ങളും ഒത്തുയോജിച്ച് മറ്റുള്ളവർക്ക് ആർക്കും എതിർപ്പില്ലാത്ത എന്താ പറയുക, അത്തരത്തിൽ എല്ലാ നിലക്കും ജനപിന്തുണയുള്ള ഒരു നേതാവായിരിക്കണമെന്ന റിക്വസ്റ്റ് മാത്രമാണ്. ആ കാര്യത്തിൽ UDF അത് പരിഗണിച്ചിട്ട് തന്നെ ഒരു തീരുമാനമെടുക്കുള്ളൂ. UDFനെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും അതിനിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. വരാനിരിക്കുന്ന 140 മണ്ഡലങ്ങളിൽ വരാൻ പോകുന്ന കേരളത്തിലെ വോട്ടർമാരുടെ മാനസികാവസ്ഥ അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആ നിലക്കുള്ള ഒരു നല്ല തീരുമാനം, ആലോചിച്ചിട്ടുള്ള വളരെ ഉത്തരവാദിത്തപൂർവ്വമായിട്ടുള്ള തീരുമാനം UDFിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, ഓക്കെ അൻവർ, ഇപ്പൊ ഇത്രയും സങ്കീർണമാക്കിയൊക്കെ പറയേണ്ട കാര്യം ഇതിനകത്തുണ്ടോ? ആകെ രണ്ടുപേര് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. ഒന്ന് ആര്യാടൻ ഷൗക്കത്ത്, മുൻതൂക്കം അതിനാന്ന് കേൾക്കുന്നു. പിന്നെ ഉള്ളത് താങ്കൾ ആദ്യം പറഞ്ഞ VS ജോയിയുടെ പേര്. ഇത് രണ്ടായാലും നേരത്തെ പറഞ്ഞ സമവാക്യങ്ങൾ, ഘടകങ്ങളെല്ലാം പരിഗണിക്കപ്പെടുന്ന പേരുകളാണോ, അതോ ഇതിലൊന്നിന് സവിശേഷമായ പ്രാധാന്യമുണ്ടോ? താങ്കൾ ഈ പറയുമ്പോൾ എല്ലാം പരിഗണിക്കണം, നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കണം, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുമ്പോൾ അതിലേതോ ഒരു പേരിന് എന്തോ ഒരു പ്രശ്നമുള്ളവർ തോന്നുന്നു. അല്ല, അതൊക്കെ പരിശോധിക്കേണ്ടത് UDF ലീഡർഷിപ്പ് അല്ലേ? UDF ലീഡർഷിപ്പ് അത് പരിശോധിച്ച് തീരുമാനിക്കട്ടെ. പിണറായിയുടെ മുമ്പിൽ ഒരു പരാജയം, അതിന് തലവെച്ച് കൊടുക്കാൻ ഒരിക്കലും എന്നെ സംബന്ധിച്ച് സാധിക്കില്ല. ഞാൻ അതിനല്ലല്ലോ രാജിവെച്ചത്. ആ നിലക്കുള്ള ഒരു ആലോചന അതിൽ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീരുമാനം എടുക്കാനുള്ള എല്ലാ അധികാരവും UDFിനുണ്ട്. താങ്കളപ്പോ അല്ല, പിണറായി വിജയന്റെ മുമ്പിൽ ഒരു പരാജയം ഒരു നിലയ്ക്കും വകവെച്ചു കൊടുക്കാൻ കഴിയില്ല, ആലോചിക്കാനേ കഴിയില്ല. അപ്പൊ അത് മുൻനിർത്തിക്കൊണ്ടായിരിക്കുമല്ലോ താങ്കൾ ആദ്യം തന്നെ VS ജോയി മത്സരിച്ചാൽ അത് ഗുണപരമാകുമെന്ന അഭിപ്രായം പറഞ്ഞത്. അതിൽ തന്നെയാണോ ഇപ്പോഴും താങ്കൾ കുറച്ചൊന്ന് ഊന്നി നിൽക്കുന്നത്? ഇല്ല, ഞാനതിൽ എവിടെ ഊന്നുന്നില്ല. ഊന്നേണ്ടവർ ശരിക്കും ഊന്നി നിന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അത് തീരുമാനിക്കാനുള്ള ശേഷിയും കഴിവും പ്രാപ്തിയുള്ളവരാണ് UDF ലീഡർഷിപ്പ്. ഇപ്പൊ കേൾക്കുന്ന വാർത്തകള് അല്ല അൻവർ, ഞാൻ ചോദിക്കുന്നതേ, നമ്മളിപ്പോ മനസ്സിലാക്കുന്ന പ്രകാരം ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി സംസാരിച്ച് അദ്ദേഹത്തിനൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഈ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് പൊതുവെ അദ്ദേഹത്തിന്റെ അണികളും അനുയായികളും എല്ലാം വിചാരിക്കുന്നു. ഇത്തവണ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ രാഷ്ട്രീയമായി അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ മുമ്പിലുണ്ടാകും. അത് പരിഗണിക്കണം എന്ന് പറയുന്നു. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള UDFിലെ, കോൺഗ്രസിലെ ചില പുനഃസംഘടനയിലെ സമവാക്യങ്ങൾക്ക് ഒരു തുടർച്ചയായി വേറെ ചില ഘടകങ്ങൾ പരിഗണിക്കണമെന്ന് കോൺഗ്രസിനും തോന്നുന്നുണ്ട്. സോ ആര്യാടന്റെ പേരിന് ഏതാണ്ട് ഒരു മുൻതൂക്കം വന്ന മട്ടാണ്. താങ്കൾ ഓക്കെയാണോ? എനിക്കതിനെപ്പറ്റി അറിയില്ല. ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ അണികളുമായി നടന്നാൽ നടക്കില്ലല്ലോ. UDFിന്റെ അണികളെയും ജനങ്ങളെയുമായിട്ടാണ് UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി മുന്നോട്ട് പോകേണ്ടത്. ഓരോരുത്തർ കുറെ അണികളുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അതല്ലല്ലോ ഈ തീരുമാനം ഉണ്ടാവേണ്ടത്. പൊതുവായിട്ട് കാണണ്ടേ, അത് പൊതുവായിട്ട് ആലോചിച്ച് തീരുമാനിക്കണ്ടേ. അങ്ങനെ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മൊത്തത്തിൽ ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, താങ്കളുടെ ഒരു അൺഹാപ്പിനെസ് കാണുന്നു അൻവർ. ആകെ ഒരു സുഖക്കുറവ്. നിങ്ങളൊരു നിർണായക പോരാട്ടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ താങ്കൾ ഒട്ടും ഹാപ്പി അല്ല എന്ന് പോലെ തോന്നുന്നുണ്ട് രാവിലെ, അങ്ങനെയാണോ? അല്ല, ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ആശകളും എന്താ പറയാ അഭിലാഷങ്ങളും മോഹങ്ങളൊന്നും ഇല്ല ആളല്ല ഞാൻ. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളൊരു ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നിമിത്തത്തിന്റെ ഭാഗമായിട്ട്, മനുഷ്യരോടുള്ള ബാധ്യതയുടെ ഭാഗമായിട്ട് ആ സംവിധാനത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നതാണ്. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്, നാളെയും അതിൽ ഉറച്ചു നിൽക്കും. അപ്പം അതിൽ ഹാപ്പിനെസ്സിന്റെ പ്രശ്നമൊന്നുമില്ല. ഇത് ഈ നാട്ടിലെ സാധാരണക്കാരായ
മനുഷ്യർക്ക് ഇവിടെ ജീവിച്ചു ഞാൻ ഈ അൺഹാപ്പിനെസിനെ കുറിച്ച് ചോദിച്ചത് താങ്കളുടെ പദവി നഷ്ടത്തെ കുറിച്ചൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത് താങ്കള് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു നിലമ്പൂരിൽ ആര് ജയിക്കണമെന്ന കാര്യത്തിൽ. പിണറായി വിജയൻ തോൽക്കണം, പിണറായിസം തോൽക്കണം എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഒരു മൂവ്മെന്റിൽ നിൽക്കുമ്പോൾ UDF അതിനെ ഒപ്പിച്ചൊരു ഒരു ആപ്റ്റ് ഡിസിഷൻ എടുക്കുന്നില്ല എന്നൊരു അൺഹാപ്പിനെസ് താങ്കൾ കൊണ്ടുവന്നതിന്റെ ചോദ്യം. ഇല്ല, എനിക്കതിലൊന്നും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ അൺഹാപ്പി ഒന്നുമില്ല. ഞാനിത് ഒരുപാട് കണ്ടതാണ്. അപ്പോൾ ആലോചിക്കേണ്ടവർ ആലോചിച്ച് തീരുമാനിക്കട്ടെ, അത്രതിനെ കുറിച്ച് പറയാനുള്ളൂ. അല്ലെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഞാൻ പറയാം. താങ്കൾ കുറെ കാര്യം പറഞ്ഞു. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോഴുള്ള ഘടകങ്ങൾ, അത് പലതരത്തിലുള്ള എലമെന്റ്സ് അതിനകത്തുണ്ട്. അതിനപ്പുറം കോർ എലമെന്റ് എന്താണ് നിലമ്പൂരിൽ? ഏത് വിഷയം അല്ലെങ്കിൽ ഏത് മേഖല, ഏത് പോയിന്റ് ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്നാണ് താങ്കൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് സംസ്ഥാന സർക്കാരിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂല്യങ്ങളാകെ ബലി കഴിക്കപ്പെടുന്നു. അവിടെ സംഘപരിവാറിന്റെ താല്പര്യം പല പ്രധാനപ്പെട്ട വകുപ്പുകളിലും വരുന്നു. അത് തടയാൻ കഴിയുന്നില്ല. അതിനൊരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള പിന്തുണ ലെഫ്റ്റ് പ്ലാറ്റ്ഫോമുകളിൽ തന്നെ കിട്ടിയതുമാണ്.